My wife and I were happy for 20 years. Then we met. നിങ്ങൾ നോക്കിയോ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത്. കൊള്ളാം. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹാ പറഞ്ഞ് ചിരിച്ചു നടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്നും നടക്കട്ടെ. നിങ്ങൾ വിട്ടു. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ, തമാശ തമാശ. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നു മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി. ഹായ് മോളെ, പതുക്കെ. ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ PT ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ എത്രാമത്തെ തവണ അങ്കിൾ ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ? എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീന മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിന് മെഴുതിരി കത്തിച്ചോളാമെന്ന് ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്ന തന്നെയാ ബെറ്റർ. എന്റെ കൂടെ ഓടെ എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ നോക്കാം. റെഡി, നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് അങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലൊടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തലയുയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ദാ ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. വലിയ ഉപകാരം സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും. ഇല്ല ഞാൻ വല്ല ട്രെയിനും തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ, അത് കാര്യമില്ല ഗീതേ. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും. എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്കിത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്തമാനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം. മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. ശകുന്തളെ, അല്ല എന്താ ഉദ്ദേശം? എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീയല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ? ഇങ്ങോട്ട് വാ പറയാം. ഫ്ലാറ്റിലേക്ക് കിടക്കും. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-ൽ-1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പം ഞാൻ എന്ത് ചെയ്തു നാടാവേ? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ, ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട അല്ല നാരായണൻകുട്ടി. ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സാർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല.
താങ്ങാൻ തന്നെ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. ദേ എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. ആഹാ, നീ കൂവി കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കരിമോളെ. ഗുഡ് മോർണിംഗ് ബിജു മോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ, മോളും എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ, ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടൊക്കെ ഹാജർ വെച്ചു? ഓ, ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കണങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്ങളെ, ശാലിനിയെ വിട്ടേര്. വിട്ടു. വിട്ടോ. അല്ല, ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്ങളിന് എന്താ? അത് ശരിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക്. ഞാൻ അല്പം തിരക്കില്ല, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായടെ മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാ. ഓ, പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ? വേണ്ട ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീറീസേ, നിനക്കൊരു വിചാരമുണ്ട് നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണ് പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കുക. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയേ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ? എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റ് തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചിലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്ന എന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖല്ലേ, എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയായി എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത് അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്ന് പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്കെന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്.